വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രഹസ്യങ്ങളുമായിരുന്ന ദൈവത്തെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവത്തിന ചിന്തയ്ക്കായി ഒരു ദൈവത്തിന ഭാഗം വായിക്കുന്നു. 27-ാം സങ്കീർത്തനം, അതിന്റെ 3-ാം വാക്യം. ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ ചില ദിവസങ്ങളായിട്ട് ഭയത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് നമ്മൾ വേദപുസ്തകത്തിൽ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നത്. ഈ പ്രഭാതത്തിലും അത് തന്നെയാണ് ചെയ്യുന്നത്. ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായിരിക്കും. ഹല്ലേലൂയ. വിജയകരമായ ഒരു വിശ്വാസ ജീവിതത്തിന്റെ ആമേനലിയ അതിശ്രേഷ്ഠമായിട്ടുള്ള ഒരു ദൈവത്തെ നമ്മൾ വായിച്ചത്. വിജയകരമായ വിശ്വാസ ജീവിതം നയിക്കണമെങ്കിൽ സങ്കീർത്തനക്കാരൻ നയിക്കുന്ന ഭക്തൻ ദാവീദ് പറഞ്ഞതുപോലെ നമ്മൾ പറയണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ നമുക്ക് വിജയകരമായ ഒരു വിശ്വാസ ജീവിതം നയിക്കാൻ കഴിയുള്ളൂ. രക്തം ചെയ്യണം. ഈ വചനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ സങ്കീർത്തനം എഴുതിയത് ഏത് സമയത്താണ്, ഏത് സാഹചര്യത്തിലാണ് എന്റെ വ്യക്തമായ കാര്യങ്ങൾ ഈ സങ്കീർത്തനം രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും 2 ശമൂവേലിന്റെ പുസ്തകം 21-ാം അധ്യായം 16-ൽ കാണുന്നതനുസരിച്ച് ഇശ്ബീബെലോബ് ദാവീദിനെ കൊല്ലാൻ ശ്രമിക്കുകയും അതിൽ നിന്നും രക്ഷ പ്രാപിക്കുകയും ചെയ്ത ശേഷം ദാവീദ് ഈ സങ്കീർത്തനം എഴുതി എന്നാണ് ചരിത്രങ്ങളിൽ വേദപണ്ഡിതാക്കൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. പ്രൈസലോ. അപ്പൊ ഇശ്ബീബെലോബ് തന്നെ കൊല്ലുവാൻ ശ്രമിച്ചപ്പോൾ അതിൽ നിന്ന് അത്ഭുതകരമായ രക്ഷ പ്രാപിച്ച ദാവീദിന്റെ നാവിലൂടെ അധരങ്ങളിലൂടെ ദൈവത്തിന്റെ ആത്മാവ് കൊടുത്ത അതിശ്രേഷ്ഠകരമായ വചനം എന്താണ്? ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാൽ എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാൽ ഞാൻ നിർഭയമായിരിക്കും. ഇത് നമ്മളും പറയണം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങൾ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. എന്നെ കേൾക്കുന്ന സഹോദര സൂരി, ഈ വചനം പറഞ്ഞ് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയാട്ട് നിനക്ക് നേരെ ഇറങ്ങി നിൽക്കുന്ന ശത്രു സൈന്യത്തെ ദൈവം നിർമൂലമാക്കി തരും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, ഹല്ലേലൂയ, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിന്റെ അന്ധകാര ശക്തിയും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും. നമ്മൾ എഫെസ്യ ലേഖനം 6-ാം അധ്യായം 10 തൊട്ട് വായിച്ചാൽ കാണാൻ കഴിയും. അപ്പൊ നമുക്ക് നമ്മുടെ സഹോദരങ്ങളോട്, സഹോദര വർഗങ്ങളോട്, ബന്ധുമിത്രാദികളോ അല്ല നമുക്ക് പ്രശ്നമുള്ളത്. അവർ നമ്മുടെ ശത്രുക്കളുമല്ല. പക്ഷെ അവരെ ശത്രുക്കളാക്കുന്ന സാത്താന്യ ശക്തികൾ, ശത്രുവിനെ പ്രവർത്തിക്കാൻ സാത്താനുള്ള വ്യക്തികൾ വേണമല്ലോ. അത് നമ്മുടെ സഹോദര വർഗങ്ങളിലൂടെ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളുടെ അല്ലെങ്കിൽ നമ്മുടെ ഉറ്റവരും ഉടയവരും നമ്മുടെ ദേശവാസികൾ കൂടെ നമുക്ക് നേരെ വ്യാപരിക്കാം. പക്ഷെ അവരിൽ വ്യാപരിക്കുന്ന ഏതെന്താണ്? വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ ലോകത്തിന്റെ അന്ധകാര ശക്തികൾ, സ്വലോകത്തിലെ ദുഷ്ടാത്മസേനയെ. അവരാണ് നമുക്കിത് വ്യക്തികളെ എഴുന്നേൽപ്പിക്കുന്നത്. ഈ അന്ധകാര ശക്തികളാണ്. അങ്ങനെ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം അല്ലെ അടിത്തറ ഇളക്കുവാൻ ശ്രമിക്കുന്ന, അല്ലെ നിന്റെ കുടുംബത്തിന്റെ അടിത്തറ ഇളക്കുവാൻ ശ്രമിക്കുന്ന പിശാചിന്റെ സൈന്യം. അതുകൊണ്ടാണ് ഒരു സൈന്യം, ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. അതെ, ഒരു സൈന്യം, സാത്താന്യ ശക്തികൾ നിനക്ക് നേരെ പാളയം ഇറങ്ങിയാലും നീ ഭയപ്പെടുകയില്ലെന്ന് ഉറപ്പ് നിനക്കുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പരാജയബോധം ഭയത്തെ കൊണ്ടുവരും. പരാജയബോധം നമ്മുടെ ഉള്ളിൽ ഭയം കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് ആ കാര്യങ്ങൾക്ക് തുടർമാനമായി അധ്വാനം ചെയ്ത്, കഠിനാധ്വാനം ചെയ്ത് നിങ്ങൾ പോകുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു വീഴ്ചകൾ വരുമ്പോൾ ആ പരാജയബോധം നിങ്ങളെ ഭയത്തിലേക്ക് കൊണ്ടുപോകും. ഇവിടെ അനേക വിദ്യാർത്ഥിനികൾ നല്ലവണ്ണം പഠിച്ച് ഒരുങ്ങി, പ്രൈസ് ദി ലോർഡ്, അവർ അല്ലെങ്കിൽ ആ പരീക്ഷ എഴുതാൻ പോകുന്ന ആ സമയമാകുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു അസുഖമാണ് തലവേദന, വയറുവേദന, പേടി കൊണ്ടുണ്ടാകുന്ന പനി. ഹല്ലേലൂയ. അങ്ങനെ ആ പരീക്ഷകളിൽ നിന്ന് അവരെ പരീക്ഷ എഴുതുവാൻ കഴിയാത്ത വിധം അവരെ ഭയപ്പെടുന്ന തലവേദനയും പനിയും വയറുവേദനയൊക്കെ. ഹല്ലേലൂയ.
അവരുടെ ഉള്ളിൽ നന്നായിട്ട് ഭയം കൊണ്ടുവരും. എന്നാൽ ചിലരൊക്കെ അതിനെ അതിജീവിച്ച് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ചെന്നിരിക്കുമ്പോൾ ഞാൻ പരാജയപ്പെട്ടു പോകുമോ, ഇതെല്ലാം എനിക്ക് എഴുതാൻ പറ്റുമോ എന്നുള്ള ചിന്ത വരും. അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കൈ കെട്ടി കഴിയുമ്പോൾ അത് വായിച്ചു നോക്കുമ്പോൾ, അയ്യോ ഞാൻ പഠിച്ച ഭാഗം അല്ലാതെ ഞാൻ പഠിച്ച ഭാഗങ്ങൾ വന്നിട്ടില്ലല്ലോ എന്ന് ഓർത്ത് ഹൃദയത്തിൽ ഭയം വരുമ്പോൾ ആ പരീക്ഷയിൽ അവർക്ക് ജയിക്കാൻ കഴിയാതെ വരും. എന്ന് പറഞ്ഞാൽ പരാജയബോധം, ഭയം ഉള്ളിക്കൊണ്ടുവരും. നന്നായി പഠിച്ചൊരുങ്ങിയതാണ്, നന്നായിട്ട് പഠിച്ചതാണ്. പക്ഷേ പരീക്ഷ എഴുതുവാനായിട്ട് ചെന്നിരുന്നപ്പോൾ ചോദ്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ ഭയപ്പെടുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ ഞാൻ പറയട്ടെ, നിങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി കാര്യങ്ങളിലാകട്ടെ, പരീക്ഷകളിലാകട്ടെ, അതിൽ നിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ നിങ്ങളുടെ പഠിച്ചതിനെതിരെ നിങ്ങൾക്കെതിരെ എന്തെല്ലാം പ്രതിധ്വനികൾ വന്നാലും, ശത്രുവിന്റെ പോരുകൾ വന്നാലും, നിങ്ങളവിടെ ദൈവത്തെ വിളിച്ച്, കർത്താവ് ഞാൻ ഈ ഭാഗം പഠിച്ചതല്ലെങ്കിലും ഈ ഭാഗത്തു നിന്ന് എഴുതുവാനുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ കൃപ എന്റെ മേൽ പകരണം എന്ന് പറഞ്ഞ ദൈവം നിങ്ങളെ നിശ്ചയമായിട്ടും ബലപ്പെടുത്തും. രക്തജയം. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം. അല്ലേറിയ അതുകൊണ്ട് മാത്രമേ എനിക്ക് യുദ്ധം നേരിട്ടാൽ ഞാൻ നിർഭയമായിരിക്കും എന്ന് പറഞ്ഞത്. അല്ലേറിയ ഇപ്പം വചനം വായിക്കുന്നത് കാണുന്നത് ക്രിസ്തീയ സമാധാനം അഥവാ ദൈവം നമുക്ക് തരുന്ന സമാധാനം പ്രശ്നങ്ങളെ ശാന്തമായി സമീപിക്കുന്നതിനും പീഡനങ്ങളെ സമചിത്തതയോടെ സഹിക്കുന്നതിനും നമുക്ക് പ്രയോജനമാണ്. അപ്പൊ നിങ്ങൾ പ്രശ്നങ്ങളെ ശാന്തമായിട്ട് അല്ലേറിയ സമീപിക്കണം. അല്ലേറിയ പീഡനങ്ങളെ സമചിത്തതയോടെ നിങ്ങൾ അതിനോട് പ്രതികരിക്കണം. സ്തോത്രം. ഈ ഏലിശയുടെ മുമ്പിൽ സൈന്യം പാളയം ഇറങ്ങിയിട്ടും ഭയപ്പെടാതിരുന്നത് പോലെ നിങ്ങളുടെ മുമ്പിലും ശത്രു സൈന്യം പാളയം ഇറങ്ങി വന്ന് നിങ്ങളെ തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ കർത്താവിൽ ആശ്രയിക്കണം. പ്രൈസലോ. അതുകൊണ്ടാണ് സംഗീതക്കാരൻ പറയുന്നത്, 34 സംഗീതത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട് അതിന്റെ 7ാമത്തെ വാക്യം, യഹോവയുടെ ദൂതൻ, അല്ലേലൂയ സ്തോത്രം, യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങിയവരെ വിടുവിക്കുന്നു. നമ്മൾ 27ാം സംഗീതത്തിൽ വായിച്ച ഒരു സൈന്യമെതിരെ പാളയം ഇറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല, എനിക്ക് യുദ്ധം നേരിട്ടാൻ ഞാൻ നിർഭയമായിരിക്കുമെന്ന് വിജയകരമായ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് ദാവീദ് പറഞ്ഞിട്ട് വീണ്ടും സങ്കീർത്തനം 34ലേക്ക് വരുമ്പോൾ അല്ലേലൂയ വീണ്ടും ഈ മനുഷ്യൻ തന്നെ പറയുകയാണ്, ദൈവം തന്റെ ജനത്തെ വിടുവിക്കും, ദൈവം തന്റെ ഭയത്തെ വിടുവിക്കും, ദൈവം തന്റെ കഷ്ടതയിൽ നിന്ന് വിടുവിക്കും, ഇപ്പോൾ കടന്നു പോകുന്ന പരിശോധനകൾ പരീക്ഷകളിൽ നിന്ന് ദൈവം വിടുവിക്കും. യഹോവയുടെ ദൂതൻ അല്ലേലൂയ അവന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങി വിടുവിക്കുന്നു എന്ന് ഒരിക്കലും നമ്മൾ പരാജയപ്പെടുന്ന ദൈവം അനുവദിക്കത്തില്ല. അല്ലേലൂയ എന്ന് പറഞ്ഞ ഈ വചനമൊക്കെ വായിക്കുമ്പോൾ ദൈവമക്കളുടെ ശുശ്രൂഷയ്ക്കെതിരെ അയക്കപ്പെടുന്ന ദൈവമക്കളുടെ ശുശ്രൂഷയ്ക്കെതിരെ വ്യാപരിക്കുന്ന ചില പൈശാചിക ശക്തികളുണ്ട്. ദൈവമക്കളുടെ ശുശ്രൂഷ, ദൈവഭക്തന്മാരുടെ ജീവിതം, ദൈവഭക്തന്മാരുടെ കുടുംബം, ദൈവഭക്തന്മാരുടെ തലമുറ, അവരുടെ നന്മ, ഭാവി, അതിനെതിരെ വ്യാപരിക്കുന്ന ചില പൈശാചികമായ ശക്തികളുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയണം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ദൈവമക്കളുടെ വിശ്വാസ ജീവിതത്തിന്, ശുശ്രൂഷയ്ക്കും, ദൈവമക്കളുടെ തലമുറയ്ക്കും, അവരുടെ പഠനത്തിനും, അവരുടെ പരീക്ഷകൾക്കും, അവരുടെ വിജയ സാധ്യതയ്ക്ക് വേണ്ടി സ്തോത്രം ദൈവത്തിന്റെ ദൂതന്മാർ കൂടെ ഉണ്ടാകുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവമക്കളുടെ ശുശ്രൂഷയ്ക്കെതിരെ ശത്രു എഴുന്നേറ്റാലും അവരെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ ദൂതന്മാരെ കുറിച്ച് പറയുന്നത്. അത് എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത് കാണാൻ കഴിയും. അപ്പൊ നാം ഒരിക്കലും പരാജയപ്പെട്ടു പോകാതെ, ഒരു വിധത്തിലും പരാജയപ്പെട്ടു പോകാതെ ദൈവം തന്റെ ദൂതന്മാരെ നമുക്ക് ചുറ്റും പാളയം ഇറങ്ങി നമ്മെ വിടുവിക്കുന്നത് കൊണ്ട് ശത്രു സൈന്യം എത്ര പ്രബലനായി മാറിയാലും എന്നെ കേൾക്കുന്ന സ്നേഹിത നിങ്ങൾ പരാജയപ്പെട്ടു പോകരുത്. അല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിലെ പരാജയ ഭയത്തെ നിങ്ങൾ നീക്കിക്കളയണം. പരാജയ ഭീതിയെ നിങ്ങൾ നീക്കിക്കളഞ്ഞിട്ട് യഹോവയായ ദൈവത്തിൽ നിങ്ങൾ ആശ്രയിക്കണം. രക്തജയം. ദൈവത്തെ നിങ്ങൾ കൂടെ നിർത്തി നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ അവിടെ ജയാളിയായി മാറും. ദൈവം ഇല്ലാതെ നിങ്ങൾ എന്ത് ചെയ്താലും ഇവിടെ നിങ്ങൾ പരാജയപ്പെടും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യം ദൈവത്തോട് കൂടെ നടന്ന് സ്തോത്രം നമ്മൾ അത്യുന്നതന്റെ മറയിൽ വസിച്ചുകൊണ്ട് സർവശക്തന്റെ നിഴലിൽ പാർത്തുകൊണ്ട് ജീവിതത്തിന്റെ മേഖലകളിൽ നമ്മൾ ജയിക്കുവാൻ കഴിയണം. പ്രൈസ്. കാരണം ദൈവഭക്തന്മാരുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പരീക്ഷകൾ, പരിശോധനകളെ, വെല്ലുവിളികളെ, പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് കൃപ തന്നിരിക്കുന്നത്, ദൈവം നമുക്ക് അഭിഷേകം തന്നിരിക്കുന്നത്.
കൂടാതെ ദൈവത്തിന്റെ ദൂതന്മാരെ നമുക്ക് ചുറ്റും പാളയം ഇറക്കുന്നതും നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, ഞാൻ പറയട്ടെ, നിങ്ങൾ എത്രയോ കഷ്ടങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിയാണ്, എത്രയോ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ വ്യക്തിയാണ്. ഒരുപക്ഷെ നിങ്ങൾ കുടുംബത്തിൽ ഒറ്റപ്പെട്ടവളായിരിക്കാം, ജീവിതത്തിൽ ഒന്നുമില്ലാതെ വെറും കൈയോടെ ആമേൻ ഇറങ്ങി പുറപ്പെട്ടവളായിരിക്കാം. ആരും നിങ്ങളെ സഹായിപ്പാനും ആരും നിങ്ങളെ കരുതുവാനും ഒരു സ്നേഹത്തിന്റെ വാക്കുകൾ പറയാൻ പോലും ഹല്ലേലൂയ ആരുമില്ലെന്നിരുന്നാലും, പ്രൈസ് ദി ലോർഡ്, കൂട്ടിനായിട്ട് ആരുമില്ലെങ്കിലും, ഹല്ലേലൂയ, കൂടെ ഇരിക്കാൻ ആരുമില്ലെങ്കിലും, ഹല്ലേലൂയ, നിന്റെ സങ്കടങ്ങൾ കേൾക്കുവാൻ, നിന്റെ ദുഃഖങ്ങൾ കേൾക്കുവാൻ ആരും നിന്നോട് അടുത്ത് വന്നില്ലെങ്കിലും, എന്നെ കേൾക്കുന്ന ശ്രോതാവേ, യേശു നിന്നോട് കൂടെയുണ്ട്. രക്തം ചെയ്യും. നീ തനിച്ചല്ല, നിന്റെ കൂടെ യേശു ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് വിശ്വാസത്താൽ അത് പറയാൻ കഴിയുമോ? ഞാൻ തനിച്ചല്ല, എന്റെ കൂടെ യേശു ഉണ്ടെന്ന് പറയാൻ കഴിയുമോ? ഈ പ്രഭാതത്തിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, ഞാൻ പറയട്ടെ, വിശ്വാസത്തോടെ നീ പറയണം, ഹല്ലേലൂയ, ഞാൻ ഒരിക്കലും തനിച്ചല്ല യാത്ര ചെയ്യുന്നത്, ഞാൻ ഒരിക്കലും തനിച്ചല്ല ജീവിക്കുന്നത്, ഞാൻ ഒരിക്കലും തനിച്ചല്ല ആമേൻ നടക്കുന്നത്. എന്റെ വലം കൈ പിടിക്കുവാൻ യേശുവിനോട് കൂടെയുണ്ടെന്ന് ധൈര്യത്തോടെ പറയണം. എന്നിട്ട് പറയണം, ഒരു സാഹചര്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാൽ ഇവന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാൽ ഞാൻ നിർഭയമായിരിക്കും. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങി വിടുവിക്കുന്നു. അതുകൊണ്ട് ഈ ലോകത്തിന്റെ അന്ധകാര ശക്തികൾക്ക്, സാത്താന്യ ശക്തികൾക്ക്, പൈശാചികമായ ശക്തികൾക്ക് എന്നെയോ എന്റെ കുടുംബത്തെയോ എന്റെ തലമുറയെ തൊടുവാൻ അധികാരമില്ല. കാരണം ഞാൻ ദൈവിക സംരക്ഷണത്തിലാണെന്ന് നിങ്ങൾ പറയണം. രക്തം ചെയ്യും. നിങ്ങൾ ദൈവത്തിന്റെ സംരക്ഷണത്തിലാണ്. കാരണം നിങ്ങൾ അനാഥനല്ല, നിങ്ങൾ അനാഥയല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷമൊക്കെ നമ്മൾ വായിക്കണം, ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല. ഹല്ലേലൂയ. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ദൈവം നിന്നെ ഒരിക്കലും അനാഥനായി വിട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. നിന്നെ തെരഞ്ഞെടുത്ത കർത്താവ്, നിന്നെ വീണ്ടെടുത്ത കർത്താവ്, നിനക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞ കർത്താവ്, നിനക്ക് വേണ്ടി കാൽവരി യാഗമായി തീർന്നവൻ. ഹല്ലേലൂയ. കാരിരുമ്പാണികളെ തറയ്ക്കപ്പെട്ടവൻ, മുൾക്കീരിയുടെ ധാരിയായവൻ, വിലാപ്പുറം കുത്തി തുറന്നവൻ, കണ്ടാൽ ആളല്ല എന്ന് തോന്നുവാണ് ശരീരമാസകൾ ഉഴവുചാലുപോലെ നീളത്തിൽ കീറി. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ നിനക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടതകളും കഷ്ടപ്പാടുകളും ആമേൻ ജീവൻ തന്ന് നിന്നെ വീണ്ടെടുത്തിട്ട് നിന്നെ ഒരിക്കലും അനാഥനായി വിടുത്തില്ല. രക്തം ചെയ്യും. യേശു നിന്നോട് കൂടെയുണ്ട്. അവൻ നമ്മുടെ മറവിടമാണ്. രക്തം ചെയ്യും. നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ യേശുവിന് കഴിയും. ഹല്ലേലൂയ. നാളുകളായിട്ട് വിതുമ്പുന്ന ചില വിഷയങ്ങളുടെ നടുവില് സ്വർഗത്തിലെത്തി അത്ഭുതം ചെയ്യുമെന്ന്. കാരണം അവൻ അത്ഭുത മന്ത്രിയ. രക്തം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് ജീവിതത്തിന്റെ ഒരു സാഹചര്യങ്ങളിലും, ജീവിതത്തിന്റെ ഒരു സന്ദർഭങ്ങളിലും തളരാതെ നിൽക്കുവാൻ ദൈവത്തിന്റെ വചനത്തിലൂടെ മാത്രമേ കഴിയുള്ളൂ. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ജീവിതത്തിൽ തകർന്ന് മരണത്തിന്റെ മുമ്പിലാണ് നിൽക്കുന്നെങ്കിൽ പോലും, മരണമാണ് നിങ്ങളുടെ മുമ്പിൽ ആമീൻ വന്ന് നിൽക്കുന്നതെങ്കിലും, അവിടെയും നിങ്ങൾ ദൈവത്തോട് പറയണം, മരണം എന്റെ മുമ്പിൽ വന്നു നിന്നാലും, മരണദൂതന്മാർ എന്റെ മുമ്പിൽ വന്നു നിന്നാലും, അങ്ങനെ ഒരു സൈന്യം എനിക്ക് നേരെ പാളയം ഇറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ലെന്ന് പറയണം. രക്തം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ജീവിതം എന്നൊക്കെ പറയുന്നത് അത് വളരെ കഠിനമായ പരിശോധനയിലൂടെ കടന്നു പോകുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. സന്തോഷ ജീവിതം നയിക്കുക, സുഖലോലുപമായ ജീവിതം നയിപ്പാൻ ആഗ്രഹിക്കുന്ന സകലരോടും ഞാൻ പറയട്ടെ, ജീവിതം കഷ്ടതയുടെ കഠിനതയുടെ നടുവിലൂടെ കടന്നു പോകുമ്പോഴാണ് അത് ആസ്വദിക്കാൻ കഴിയുന്നത്. ദൈവം ആരെന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന അങ്ങനെ. അതുകൊണ്ടാണ് ദൈവത്തിനും പറഞ്ഞത്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അവനെ ശരണം പ്രാപിക്കുന്നവൻ. ഹല്ലേലൂയ. അവനെ ശരണം പ്രാപിക്കുന്ന സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഒരു ഭാഗ്യവാൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യം. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. രക്തം ചെയ്യും. അപ്പൊ അതുകൊണ്ട് നാം ദൈവത്തോട് ചേർന്ന് വസിക്കണം. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതൻ, നിങ്ങൾക്ക് കഷ്ടം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ, രോഗം വരുമ്പോൾ, നിന്ദ വരുമ്പോൾ, അപമാനം വരുമ്പോൾ, പരിഹാസം വരും, വെല്ലുവിളി വരുമ്പോൾ, ശത്രുസൈന്യം നിനക്കെതിരെ എഴുന്നേൽക്കുമ്പോൾ, എല്ലാം നഷ്ടപ്പെടുമ്പോൾ, കണ്ണുനീരിന്റെ നടുവിലൂടെ നീ കടന്നു പോകുമ്പോൾ, ആരുമില്ലാതെ ഏകനാകുമ്പോൾ, ഹല്ലേലൂയ, ആമേ സ്തോത്രം, സ്തോത്രം, ആമേ യേശു നിന്നോട് കൂടെയുണ്ടെന്ന് നീ തിരിച്ചറിയുവാൻ കഴിയണം. രക്തം ചെയ്യും.
എല്ലാവരും ഇവിടെ ഒറ്റയ്ക്കായിരുന്ന് കരയുന്ന സമയങ്ങളിൽ നിന്റെ കണ്ണുനീര് തുടയ്ക്കുക, നിന്നോട് ചേർന്നിരിക്കുവാൻ, നിന്റെ വലം കൈ പിടിച്ച് ആമേൻ സാരമില്ലെന്ന് പറയുവാൻ നമുക്കൊരു യേശുവുണ്ട്, രക്തം ചെയ്യും. പ്രൈസോ. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ ആശ്രയിക്കുന്നവനെ ഒരിക്കലും ദൈവം കൈവിടത്തില്ല, ഒരിക്കലും അവനെ ദൈവം കൈവിട്ട് കളയത്തില്ല. അല്ലേ? അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കും. ദാവീദിനെ പോലെ വിജയകരമായ വിശ്വാസ ജീവിതം നയിക്കുവാൻ നമ്മൾക്ക് കഴിയണം. പ്രൈസോ. ഞാൻ മുമ്പ് ആവർത്തിച്ച്, ഏലിശയ്ക്ക് നേരെ വലിയ സൈന്യം പാളയമിറങ്ങിയപ്പോഴും ഏലിശ ഭയപ്പെട്ടില്ല. പ്രൈസോ. അതിനെക്കുറിച്ച് വേദപുസ്തകം 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 16-17 വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അതിന് അവൻ പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. പിന്നെ ഏലിശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാലിക്കാരന്റെ കണ്ണു തുറന്നു. ഏലിശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. ഏലിശയുടെ ബാലിക്കാരൻ, അല്ലേറിയ, ആമ ഏലിശയ്ക്ക് ചുറ്റും വലിയ സൈന്യം പാളയമിറങ്ങിയിരിക്കുന്ന കണ്ട് ആമേലലിയ അവൻ ഭാരപ്പെട്ടു പോയി. അപ്പൊ ഏലിശ പറയാണ്, അവരോട് കൂടെയുള്ളവരെക്കാൾ വലിയവനാണ് നമ്മോട് കൂടെയുള്ളത്, അല്ലേലിയ, സ്തോത്രം എന്ന് പറഞ്ഞ് ഏലിശ പ്രാർത്ഥിച്ച് ബാലിക്കാരന്റെ കണ്ണ് തുറക്കണമെന്ന്. അങ്ങനെ ദൈവം ബാലിക്കാരന്റെ കണ്ണ് തുറന്നപ്പോൾ അവൻ കണ്ടതാണ് ഏലിശയ്ക്ക് ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏലിശയ്ക്ക് വിരോധമായി അരാം രാജാവ് ഒരു വലിയ സൈന്യമായി പട്ടണത്തെ വളഞ്ഞിരിക്കുകയാണ്. പ്രൈസലോ. പട്ടണത്തെ പിടിക്കത്തക്ക നിലയിൽ, പട്ടണത്തെ തകർക്കുന്ന നിലയിൽ ഏലിശയ്ക്ക് നേരെ അരാം രാജാവും സൈന്യവും കൂടെ വന്നിരിക്കുന്നു. അപ്പൊ ഏലിശയുടെ ബാലിക്കാരൻ കണ്ട് പേടിച്ചു. എന്നാൽ ഏലിശ പേടിച്ച് ബാലിക്കാരനെ ഏലിശ പേടിച്ചില്ല. ഏലിശയുടെ ബാലിക്കാരൻ പേടിച്ചപ്പോൾ ഏലിശയുടെ ബാലിക്കാരൻ പേടിക്കാതെ അവന്റെ ബാലിക്കാരനെ ആശ്വസിപ്പിക്കുന്ന വാക്യമാണ് നമ്മൾ വായിച്ചത്. ആ വാക്യം വെച്ചുകൊണ്ട് നമ്മൾ യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങളിലുള്ളവൻ, കുഞ്ഞുങ്ങളെ, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ, അല്ലേലിയ, വലിയവനാണ്. അല്ലേലിയ. പുതിയ നിയമത്തോടും ദൈവം പറയുന്നത്, അല്ലെ, നിങ്ങളിലുള്ളവൻ, എന്നെ കേൾക്കുന്ന സഹോദര, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അതുകൊണ്ട് നിങ്ങൾ സ്തോത്രം, നിങ്ങളുടെ ജീവിതത്തെ ഒരിക്കലും നിങ്ങൾ തകർത്ത് കളയരുത്. ഇവിടെ ദൈവം നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണെന്ന് യോഹന്നാൻ പറയുമ്പോൾ 2 തരം ആത്മാക്കൾ തമ്മിലുള്ള സാമ്യത്തെയാണ് ഈ വാക്യത്തെ കാണിക്കുന്നത്. അല്ലേലിയ. ഇവിടെ ദൈവ മനുഷ്യൻ ലോക മനുഷ്യൻ തമ്മിലുള്ള അന്തരമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അല്ലേലിയ. 4-ാം വാക്യത്തിൽ നിങ്ങളുള്ളവൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെയും ലോകത്തിലുള്ളതെന്ന് പറയുന്നവൻ സാത്താനെയും കാണിക്കുന്നു. നിങ്ങളുള്ളവൻ പരിശുദ്ധാത്മാവെന്ന് പറയുന്നു, ലോകത്തിലുള്ള പറയുമ്പോൾ സാത്താനിശക്തിയെ കാണിക്കുക. അപ്പോൾ സ്തോത്രം, അല്ലേലിയ. അതുപോലെ ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ രക്ഷകനായി വിശ്വസിച്ച് കർത്താവിന്റെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചവനെയാണ്. അല്ലേലിയ. സ്തോത്രം, അല്ലേലിയ. സ്തോത്രം, അല്ലേലിയ. ആമേ, സ്തോത്രം. അവൻ നിങ്ങളിലുള്ളവെന്ന് പറയുന്നത്, ദൈവത്തിൽ നിന്നുള്ളവെന്ന് പറയുന്നത്. അപ്പോൾ തന്നെ സ്തോത്രം, യേശുവിനെ കൂടാതെ ഉള്ളവരെയാണ് ലോകത്തിൽ നിന്നുള്ളവർ പറയുന്നത്. അവർ എതിർ ക്രിസ്തുവിന്റെ ആളുകളാണ്. അല്ലേലിയ. അപ്പൊ ലോകത്തിലുള്ളവർ പലതും കണ്ട് ഭയപ്പെടുമ്പോൾ, ലോകത്തിലുള്ളവർ പലതിനെയും ഭയപ്പെടുമ്പോൾ ദൈവമക്കൾ ഒന്നിനെയും കണ്ട് ഭയപ്പെടുക. കാരണം നമ്മളിൽ ഉള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അല്ലേലിയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുന്നു, എതിർ ക്രിസ്തുവിന്റെ ആത്മാവായ സാത്താൻ സഭയ്ക്കുള്ളിൽ കടന്ന് ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലേലിയ. മതഭക്തന്മാരെയും അവൻ സ്വന്തം നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നു. അല്ലേലിയ. ലോകത്തിൽ ഒരു സ്വർണ്ണ വിഗ്രഹം ആവശ്യമുണ്ടെങ്കിൽ അതിനെ ഉണ്ടാക്കി കൊടുക്കാൻ സന്നദ്ധരായ പുരോഹിതന്മാരെ പോലും അവൻ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത് അവന്റെ ഇഷ്ടം ജയിക്കുന്നുവെന്നാണ് ഇതിന്റെ ചരിത്രഭാഗങ്ങൾ നാം വായിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. വേദപഠിതാക്കൾ രേഖപ്പെടുത്തിയിരിക്കുന്നതും അങ്ങനെയാണ്. അതെത്ര യാഥാർത്ഥ്യമായ വചനമാണ്. അല്ലേലിയ. ഇവിടെ നാം ചിന്തിക്കേണ്ടത്, എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാ, നീ വിശ്വാസ ജീവിതത്തിൽ വിജയത്തിന് വേണ്ടി മുന്നേറുന്ന വ്യക്തിയാണെങ്കിൽ, വിശ്വാസ ജീവിതത്തിൽ പല വിഷയങ്ങളും ദൈവത്തിന് വെച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ, അതിന്റെ നടുവിൽ സാത്താന്യ ശക്തികൾ നിനക്കെതിരെ വ്യാപരിക്കും.
ഹല്ലേലൂയ. നിന്നെ തകർക്കുവാൻ, നിന്നെ നിരുത്സാഹപ്പെടുത്തുവാൻ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ലെന്ന് പറഞ്ഞ് പലരും നിനക്ക് നേരെ കടന്നു വന്നേക്കാം. നീ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കത്തില്ല, നീ പ്രാർത്ഥിച്ചതുകൊണ്ട് പ്രയോജനമില്ല, ഈ പുസ്തകം എടുത്തതുകൊണ്ട്, നീ വിശ്വാസ ജീവിതത്തിൽ നിന്നുകൊണ്ട് യേശുവിനെ സ്വീകരിച്ചത് കൊണ്ട്, യേശു ക്രിസ്തുവിനെ നീ അനുഗമിച്ചത് കൊണ്ട് നിനക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായി എന്നൊക്കെ പലരും നിന്നോട് പറഞ്ഞേക്കാം. ഹല്ലേലൂയ. അവിടെയൊന്നും നീ പതറിപ്പോകരുത്. ഒരിക്കൽ ഞാൻ വിവാഹം കഴിച്ച എൻ്റെ കുടുംബത്തിലുള്ള കുടുംബത്തിൽ എൻ്റെ ഭാര്യ സഹോദരങ്ങളെല്ലാം വിശ്വാസികളല്ല. എൻ്റെ ഭാര്യ മാത്രമേ കുടുംബത്തിൽ രക്ഷിക്കപ്പെട്ട് വിശ്വാസത്തിലേക്ക് വന്നുള്ളൂ. അങ്ങനെ ഇരിക്കച്ചത് ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കഴിഞ്ഞപ്പോൾ അധികം എൻ്റെ വൈഫിന്റെ ആളുകളൊക്കെ പറഞ്ഞു, അവൾ നഷ്ടപ്പെട്ടു പോയി, അവൾ നശിച്ചു പോയി എന്നൊക്കെ പറഞ്ഞു. ഹല്ലേലൂയ. കാരണം അവര് ലോകത്തിൽ നിന്നുള്ളവരായതുകൊണ്ട് അവർക്ക് ദൈവമാരെന്നറിയില്ല. പിന്നത്തെ ഇതിൽ എന്താണ് സംഭവിച്ചത്? ഹല്ലേലൂയ. അവർ പറഞ്ഞു, നിങ്ങൾ പറയുന്നതാ ശരിയെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുക, ദൈവമക്കളുടെ സംരക്ഷകൻ എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. എന്നാൽ ലോകത്തിൽ നിന്നുള്ളവരെന്ന് പറയുമ്പോൾ അവരുടെ സംരക്ഷകൻ, അവരുടെ ആശ്വാസം, അവരെ സംരക്ഷിക്കുന്നത് സാത്താനാണ്. അല്ലെങ്കിൽ അവർക്കൊരിക്കലും ആശ്വാസമില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുക, നിങ്ങൾ യേശു ക്രിസ്തുവിനെ അനുഗമിക്കണം. പാപം നിറഞ്ഞ ലോകത്തിൽ കഷ്ടതകളും കഷ്ടപ്പാടുകളും പരീക്ഷകളും പരിശോധനകൾ കൊണ്ട് നിറയപ്പെട്ട് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ, കുടുംബജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ഒന്നിനു പുറകെ ഒന്നായി ദുരന്തങ്ങൾ നിന്റെ വീട്ടിനകത്ത് സംഭവിക്കുമ്പോൾ, നിന്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അത് കണ്ട് നീ ഭയപ്പെട്ടു പോകാതെ, ഹല്ലേലൂയ, യേശു ക്രിസ്തുവിൽ നീ ആശ്രയിക്കുന്നെങ്കിൽ യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങിയത് പറഞ്ഞതുപോലെ ദൈവം നിനക്ക് ചുറ്റും ദൈവിക ദൂതന്മാരെ അയച്ച് നിന്നെ പ്രതിസന്ധികളിൽ നിന്ന് വിടിവിക്കും. ഹല്ലേലൂയ. രക്തം ചെയ്യും. ജീവിതത്തിനകത്ത് യേശുവിനോട് ചേർന്ന് ജീവിതത്തെ മുന്നോട്ട് പണിതെടുക്കണം. രക്തം ചെയ്യും. എലീശയ്ക്ക് നല്ല വിശ്വാസമായിരുന്നു. അരാം സൈന്യം തനിക്ക് നേരെ വന്നാലും, വലിയ ശക്തിയായിട്ട് വന്നാലും, അല്ലെങ്കിൽ അവിടെ ഞാൻ ഭയപ്പെടുകയില്ല. കാരണം അവരിലുള്ളവരെക്കാൾ വലിയവനാണ് എലീശയിലുള്ളതെന്ന് എലീശയ്ക്ക് അറിയാം. ഇത് തന്നെയാണ് ദാവീദ് രാജാവ് പറഞ്ഞത്, ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല, എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായിരിക്കുമെന്നൊക്കെ ദാവീദ് പറഞ്ഞതുപോലെ ഒരു ദൈവവചന പഠിതാവ് എന്ന് പറയുന്ന, ഒരു വിശ്വാസി എന്ന് പറയുന്നവൻ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിനകത്ത് സ്വീകരിച്ചുകൊണ്ട് അനുദിനം വചനത്തിന് അധിഷ്ഠിതമായ ജീവിതം നയിക്കണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. ജീവിത വിശുദ്ധിയിലൂടെ പോകാൻ നാം ആഗ്രഹിക്കുമ്പോൾ സാത്താൻ അനവധിയായ അശുദ്ധിയെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. ഹല്ലേലൂയ. നിങ്ങളൊരു തീരുമാനമെടുക്കുക, ഞാൻ ഇനി പാപം ചെയ്യത്തില്ല, പാപജീവിതമില്ല, അശുദ്ധമായ വഴിയിലൂടെ പോകത്തില്ല, അശുദ്ധമായതൊന്നും കാണുകയില്ല, അശുദ്ധമായതൊന്നും തൊടുകയില്ല, അശുദ്ധമായതൊന്നും ഭക്ഷിക്കുകയില്ല എന്നൊക്കെ നിങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ സ്തോത്രം, പിശാച് നിങ്ങളുടെ നേരെ മായിലെ അശുദ്ധിയായിട്ട് കടന്നു വരും. നിങ്ങൾ വിശുദ്ധിക്ക് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അശുദ്ധി നിങ്ങളിലേക്ക് വരുമെന്ന്. ഹല്ലേലൂയ. ആ അശുദ്ധി നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ദാനിയേലിനെ പോലെ അല്ലെങ്കിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. ദാനിയേൽ എന്താ പറഞ്ഞത്? രാജാവ് കഴിക്കുന്ന ഭോജനം കൊണ്ടും രാജാവിന്റെ കൊട്ടാരത്തിലെ സ്തോത്രം ഹല്ലേലൂയ പാനീയങ്ങൾ കൊണ്ട് ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കിയില്ലെന്ന് പറഞ്ഞ് ശാഖപദാർത്ഥങ്ങൾ കഴിച്ച് വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ച ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ കാണാൻ കഴിയും. അതുകൊണ്ട് വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. രക്തം ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയം നേരിടും. ഹല്ലേലൂയ. നമ്മൾ വിശുദ്ധനായി ജീവിക്കുകയാണ്, ദൈവത്തോട് ചേർന്ന് ജീവിക്കുകയാണ്, ദൈവത്തോട് ചേർന്ന് നടക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ അശുദ്ധി വന്നാൽ, വിശുദ്ധിക്ക് വിരോധമായി എന്തെങ്കിലും വന്നാൽ അവിടെ നമുക്ക് ഭയം ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങളുടെ വിശുദ്ധിക്ക് നേരെ പിശാച് പോരാടും. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ വിശുദ്ധിക്ക് നേരെയും പിശാച് പോരാടുമ്പോൾ അവിടെ നിങ്ങൾ അശുദ്ധിയിലേക്ക് പോകാതെ വിശുദ്ധിയിൽ തന്നെ നിറഞ്ഞു നിൽക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ ജഡത്തിലെ ആത്മാവിലെ സകല കൺവെർഷനും നീക്കി ഹല്ലേലൂയ ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊണ്ട് നിൽക്കുന്നവന് ഏത് സാഹചര്യത്തിലും വിളിച്ചു പറയാൻ കഴിയും, ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ലെന്ന് വെല്ലുവിളിച്ചു പറയാൻ കഴിയും ദൈവഭക്തന്മാർക്ക്. ഹല്ലേലൂയ. പിശാച് ആദ്യം എങ്ങനെ നമ്മെ പരീക്ഷിക്കുന്നറിയാവോ? നമ്മുടെ വിശുദ്ധി നമ്മെ തള്ളിയിടാനാ. ഹല്ലേലൂയ. നമ്മുടെ വിശുദ്ധിയിൽ നിന്ന് നമ്മെ തള്ളിയിട്ട് കഴിഞ്ഞാൽ പിശാചറിയ ഇവൻ ഇനി അതിന്റെ പുറകെ നടന്നോളൂ എന്ന്.
ചില ആളുകളെ കണ്ടിട്ടില്ലേ, കർത്താവിന് വേണ്ടി ശക്തിയോടെ നിൽക്കുന്നു, കർത്താവിന് വേണ്ടി വിശുദ്ധിയോടെ നിൽക്കുന്നു, കർത്താവിന് വേണ്ടി ശക്തമായി രാപകലില്ലാതെ അധ്വാനിക്കുന്നു. അങ്ങനെ അധ്വാനിച്ച് വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ച് പോകുന്ന ചില വ്യക്തികളുടെ ജീവിതത്തിലേക്ക് പിശാച് തന്ത്രങ്ങളുമായി ചെന്നു. അല്ലേലിയ. ലോകത്തിന്റെ സുഖരൂപമായ പ്രലോഭനങ്ങളെ അവന്റെ മനസ്സിലും അവന്റെ ഹൃദയത്തിലും കൊടുത്ത് അതവന്റെ ജഡത്തിൽ അല്ലെങ്കിൽ വസിച്ച് ജഡം അവനെ കണ്ട് പാപം ചെയ്യിപ്പിച്ച് വിശുദ്ധി ജീവിച്ച പലരും അശുദ്ധിയിൽ വീണുപോയി. അല്ലേ? എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശുദ്ധിക്കെതിരെ വലിയ പോരാട്ടമുണ്ട്. അല്ലേ? അപ്പൊ അതിനെ നിങ്ങൾ ജയിക്കണം, അതിനെ നിങ്ങൾ ജയിക്കണം. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നിന്റെ തലമുറ ഉയരരുത്, നിന്റെ തലമുറ പഠിച്ച് നന്നാകരുത്, നിന്റെ തലമുറയ്ക്ക് നന്മ ഉണ്ടാകരുത്, കുടുംബം ശരിയാകരുത്, കുടുംബജീവിതം നന്നാകരുത് എന്നൊക്കെ പിശാച് പദ്ധതികൾ ഒരുക്കുമെന്ന്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ഉയരുന്നത് കാണുവാൻ പിശാചിന് ഇഷ്ടമില്ല, നീ അനുഗ്രഹിക്കപ്പെടുന്നത് കാണുവാൻ സാത്താൻ ഇഷ്ടമില്ല. അല്ലേലിയ. അതിനെ ഏതു വിധത്തിലും തകർക്കുവാൻ സാത്താൻ ഒരു സൈന്യം പോലെ, സാത്താൻ ശക്തിയുള്ള ഒരു സൈന്യം പോലെ നിനക്ക് ചുറ്റും പാളയം ഇറങ്ങും. അല്ലേലിയ. അതിന്റെ നടുവിൽ നീ പതറിപ്പോകാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. രക്തം ചെയ്യും. ഫ്രീസറോ. അപ്പൊ നമ്മുടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അല്ലേലിയ. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ പരാജയബോധം നിങ്ങളിൽ ഉണ്ടാകരുത്. പരാജയബോധം നിങ്ങളുണ്ടാകരുത്. ഞാൻ തരിച്ചായിപ്പോയല്ലോ, ഞാൻ ഒറ്റയ്ക്കായിപ്പോയല്ലോ, എന്റെ സ്ഥിതി ഇങ്ങനാണല്ലോ, ഇതെല്ലാം എന്റെ തലേവിധിയാണെന്നൊക്കെ പറഞ്ഞ് ചിലരൊക്കെ വെറുതെ ഭാരപ്പെടുന്ന കാണാറുണ്ട്. അങ്ങനെയൊക്കെ പറയാൻ എനിക്കും ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട് പ്രിയരെ. ഞാൻ ഒറ്റയ്ക്കായിപ്പോയല്ലോ, ഒറ്റയ്ക്കാണല്ലോ, എന്റെ തലേവിധിയാണല്ലോ എന്നൊക്കെ പറയാൻ എന്റെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ. ഞാനത് പറയില്ല. ഞാൻ ഒറ്റയ്ക്കല്ല. അല്ലേലിയ. ഞാൻ ഒറ്റയ്ക്കായി പോയിട്ടില്ല. കാരണം പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എന്നോട് കൂടെയുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ലെന്ന് ഞാൻ പറയാൻ കാരണം പരിശുദ്ധാത്മാവ് എന്നെ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവിന്റെ ആലോചന, പരിശുദ്ധാത്മാവെന്ന കാര്യം എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, കുഞ്ഞുങ്ങളെ, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അല്ലേലിയ. ലോകത്തിലുള്ളത് പലതും എനിക്ക് നഷ്ടപ്പെട്ടു, ലോകത്തിലുള്ളത് പലതും എനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ യേശുവിനോട് പറഞ്ഞു, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ എന്റെ ജീവിത പങ്കാളി നഷ്ടപ്പെട്ടു. അത് ലോകത്തിൽ നിന്ന് ലോകത്തിൽ നിന്നുള്ളതാണ്. ലോകത്തിൽ നമ്മൾ ജീവിച്ചപ്പോൾ ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ വേണ്ടി നമ്മോട് കൂടെ ഒരു ജീവിത പങ്കാളി ദൈവമായിട്ട് തന്നത്. പക്ഷെ ചില നാളുകൾക്ക് മുമ്പ് അത് ജീവിതത്തിൽ നഷ്ടപ്പെട്ടെങ്കിലും ജീവിതത്തിൽ നിരാശകൾ കടന്നു വരാം. അല്ലെങ്കിൽ ഒറ്റയ്ക്കായി പോയല്ലോ, തനിച്ചായി പോയല്ലോ എന്നുള്ള ചിന്തകൾ നമ്മളിലും ഉണ്ടാകാം, മറ്റുള്ളവരും അത് കേൾക്കുകയും ചെയ്യും. അല്ലേ? അങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ ഒരുപക്ഷെ ആ പരാജയബോധം ഏറ്റെടുത്ത് നമ്മൾ ഭയപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ ഭയപ്പെടുന്ന അനുഭവങ്ങൾ വന്നപ്പോൾ കർത്താവിനോട് പറഞ്ഞു, മകനെ, നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അല്ലേലിയ. നീ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. അല്ലേലിയ. ഞാൻ നിന്നെ താങ്ങും, ഞാൻ നിന്നെ ശക്തീകരിക്കും. അല്ലേലിയ. നിന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയനാണെന്നൊക്കെ എന്നോട് കർത്താവ് സംസാരിച്ചപ്പോൾ ഞാൻ ദൈവസ്ഥനിൽ ഉറച്ചു. ഞാൻ ഒറ്റയ്ക്കല്ല. നിങ്ങൾ ആരും ഒറ്റയ്ക്കല്ല കേട്ടോ. അല്ലേലിയ. നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് നിങ്ങളോട് പറയുന്നത് പിശാചാണ്. അല്ലേലിയ. സാത്താനാണ് നിന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്, ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ ഏകനാണ്, ഞാൻ പരാജിതനാണ്, എല്ലാം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എന്നെ സ്നേഹിപ്പാൻ ആരുമില്ല, എന്നെ കരുതാൻ ആരുമില്ല, എന്റെ ദുഃഖം കാണാൻ ആരുമില്ല, ഇതെല്ലാം എന്റെ തലേവിധിയാണെന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത് പിശാചാണ്. അല്ലേലിയ. പിശാച് പറയും, നീ പറഞ്ഞെന്ന് പറയാം, പ്രോത്സാഹനം തരും. അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ ചാടി പറയാൻ തുടങ്ങും. അല്ലേലിയ. എന്നെ കേൾക്കുന്ന പറഞ്ഞ യേശു പറഞ്ഞത് എന്താ? അല്ലേലിയ. നിങ്ങളുള്ളവൻ ലോകത്തുള്ളവരെക്കാൾ വലുത്. പിന്നെ എങ്ങനെ നിങ്ങളുടെ തലേവിധിയാണെന്നൊക്കെ നിങ്ങൾ പറയുന്നേ? നിങ്ങളെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ച് നിങ്ങളെ ക്രിസ്തുവിന് അകറ്റിക്കളയും, നിരാശനാക്കും. അവൻ നിങ്ങളെ ബുദ്ധിമണ്ഡലങ്ങൾ അവൻ അടച്ചുകളയും. അല്ലേരിയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിങ്ങൾ ഒറ്റയ്ക്കല്ല കേട്ടോ. അല്ലേരിയ. ഒരുപക്ഷെ നിങ്ങളുടെ ഭാര്യ നഷ്ടപ്പെട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കുന്ന വ്യക്തിയായിരിക്കും സഹോദര. ഒരുപക്ഷെ നിങ്ങളുടെ ഭർത്താവ് നഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്ന സഹോദരിയായിരിക്കും നിങ്ങൾ. ഒരുപക്ഷെ മക്കൾ നഷ്ടപ്പെട്ട് നിങ്ങളുടെ ജീവിതം കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് ജീവിതത്തിൽ എല്ലാ നിലയിലും നിങ്ങൾ പരാജയം അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിലും അല്ലേരിയ, കർത്താവിൽ ആശ്രയിക്കുന്നവനെ ദൈവം കൈവിടുകയില്ല. അല്ലേരിയ. ജോലി നഷ്ടപ്പെട്ട്, സാമ്പത്തികം നഷ്ടപ്പെട്ട്, ബിസിനസ്സിൽ പരാജയപ്പെട്ട് ഒക്കെ നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യമായിരിക്കാം. അതിന്റെ നടുവിൽ നിങ്ങൾ ഭയപ്പെട്ടു പോകരുത്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ കേരളക്കാരെ മുഴുവൻ വലിയ ശക്തമായ മഴ പെയ്ത് വലിയ ദുരന്തങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക.
മനുഷ്യരെല്ലാവരും പരാജയ ഭയത്തിലെ പേടിയിലാണ്, ദുഃഖത്തിലാണ്. എന്തു ചെയ്യും, ഇനി എന്ത് ചെയ്യും, എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ ജീവിക്കും എന്നൊക്കെ ഓർത്ത് വളരെ പരാജയത്തിലൂടെ മനുഷ്യൻ കടന്നു പോകുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് പറയുന്നതാണ്, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലുത്. അതുകൊണ്ട് നിന്റെ പരാജയത്തെ കണ്ട് നീ ഭയപ്പെട്ടു പോകരുത്. നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം മടക്കി തരുവാൻ ഞാൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, ഈ കാലഘട്ടത്തിൽ, ഈ കാലവർഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ടു, പലതിൽ നിങ്ങൾ പരാജയപ്പെട്ടു, പലതിന്റെ മുമ്പിൽ നിങ്ങൾ തലകുനിക്കേണ്ടി വന്നാലും നീ ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാൽ ഞാൻ നിർഭയമായിരിക്കുമെന്ന് ദാവീദ് പറഞ്ഞതുപോലെ നിന്നെ ദൈവം ഉയർത്തുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. നീ തരിച്ചാണെന്ന് നീ ചിന്തിക്കരുത്. കുറേ ദുരന്ത മേഖലകളെ കുറിച്ച് നാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. പ്രത്യേകിച്ച് നമ്മൾ വയനാടിന്റെ സ്ഥിതിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. കണ്ണ് കറയുന്ന അനുഭവമല്ലേ, വേദനിപ്പിക്കുന്ന അനുഭവങ്ങളല്ലേ. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അവരുടെ കണ്ണുനീര് കാണുവാൻ പോലും നമുക്ക് കഴിയാത്ത വിധത്തിൽ നമ്മളും കൂടെ സങ്കടത്തിലാണ്. ഇന്ന് പകൽ എല്ലാവരും അതുപോലെ കേരളത്തിന്റെ ഓരോ ജില്ലകളും പരിശോധിച്ച് നോക്കിയാട്ടെ, എത്രമാത്രം അനർത്ഥങ്ങളാണ്. നിലമ്പൂരിനെ കുറിച്ച് പഠിക്കുമ്പോൾ, പാലക്കാടിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം മല്ലുടിയ കേരളത്തിലെ ഡാമുകളെല്ലാം തുറന്ന് വിട്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ പരാജയത്തിലേക്ക് നിങ്ങൾ പോകാതെ, പരാജയത്തെ കണ്ട് നിങ്ങൾ ഭയപ്പെട്ടു പോകാതെ അതിനെ ജയിപ്പാൻ നിങ്ങൾ തയ്യാറാകണം. അല്ലേ? മുൻകരുതലുകളും മുന്നറിയിപ്പുകളെയൊക്കെ നമ്മൾ അവഗണിച്ച് കളയരുത്. അല്ലേ? അതിനെ നമ്മൾ സന്തോഷത്തോടെ കണ്ടുകൊണ്ട്, സമാധാനത്തോടെ കണ്ടുകൊണ്ട് അതിനോട് നമ്മൾ യോജിക്കണം. അല്ലേ? സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ തകർന്നു പോകരുത്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിന്റെ നാശത്തിൽ നിന്നെ വീണ്ടെടുക്കുവാൻ ദൈവത്തിന് കഴിയും. നിന്റെ പരാജയത്തിനെ വീണ്ടെടുക്കുവാൻ ദൈവത്തിന് കഴിയും. നിനക്ക് നഷ്ടപ്പെട്ട നന്മകളെ തിരിച്ചുതരാൻ ദൈവത്തിന് കഴിയും. നിനക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം മടക്കി തരാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. നീ രോഗിയായി മാറിയിരിക്കുകയാണോ, രോഗത്തിന് അധീനതയിൽ, രോഗത്തിന്റെ അടിമത്തത്തിൽ കിടക്കുകയാണോ, അതിൽ നിന്നൊക്കെ ദൈവത്തിന് നിന്നെ വിടുവിക്കാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് പിശാച് എന്ന് പറയുന്ന ആ വലിയ തന്ത്രശാലി, അവനും അവന്റെ ദൂതന്മാരും കൂടെ വലിയ സൈന്യം പോലെ നിനക്ക് നേരെ കടന്നു വരും. ഹല്ലേലൂയ. അങ്ങനെ കടന്നു വരുമ്പോൾ 34 സങ്കീർത്തനത്തിൽ വായിക്കും, അവങ്കിലേക്ക് നോക്കിയോ പ്രകാശിതരമായ അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതില്ലെന്ന് പറഞ്ഞതുപോലെ ദാവീദിന് നേരെ ഒരു സൈന്യം പാളയം ഇറങ്ങിയപ്പോഴും, ഹല്ലേലൂയ, യേശുവിന് നേരെ ഒരു സൈന്യം പാളയം ഇറങ്ങിയപ്പോഴും അവരൊന്നും ഭയപ്പെട്ടു പോകാതെ സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ അവങ്കിലേക്ക് നോക്കിയവർ, ആരിലേക്ക്? യേശു ക്രിസ്തുവിലേക്ക്, യഹോവയിലേക്ക് നോക്കിയവർ പ്രകാശിതരായ ഇവരുടെ മുഖമോ ലജ്ജിച്ചു പോയതില്ല. അത് എന്റെ കേൾക്കുന്ന മാതാവി പിതാവി, നീ ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നീ താഴ്ത്തുവാൻ ദൈവം അനുവദിക്കത്തില്ല. നീ തല കുനിച്ചത് എവിടെ, ഏതെങ്കിലും സാഹചര്യം നീ തല കുനിക്കേണ്ടി വന്നാൽ, നീ നിന്ദിക്കപ്പെടേണ്ടി വന്നാൽ, പരിഹസിക്കപ്പെടേണ്ടി വന്നാൽ അവിടെ നീ ഭാരപ്പെട്ടു പോകണ്ട. നീ കർത്താവിനെ നോക്കണം. ചെയ്യണം. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന് വരുന്നത്, നാം ആരാധിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. അവൻ ജയാളിയായ ദൈവമാണ്. ഇസ്രായേൽ സൈന്യത്തിന്റെ ദൈവമാണ് അവൻ. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ ജയവീരനാണ്. സൈന്യങ്ങളുടെ യഹോവ എന്നാണ് അവന്റെ നാമം. ഹല്ലേലൂയ. സ്തോത്രം. അവൻ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നമ്മളെയും പരാജയത്തിലേക്ക് അവൻ വിടത്തില്ല. നമ്മുടെ കർത്താവ് ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് എന്നെ നിങ്ങളെ ഒരിക്കലും അവൻ പരാജയത്തിലേക്ക് വിടത്തില്ല. ഞാനൊരു പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചു, 1967 ഇസ്രായേലിൽ ഒരു വലിയ യുദ്ധമുണ്ടായി. ഇസ്രായേലിന് ചുറ്റുമുള്ള 14 അറബി രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നു. ജനസംഖ്യയിലെ 100 അറബികൾക്ക് ഒരു ഇസ്രായേൽ മാത്രമാണ് അന്നുണ്ടായിരുന്നത്. 1967 ഇസ്രായേൽ വലിയ യുദ്ധം, 14 അറബി രാജ്യങ്ങൾ ഒന്നിച്ച് ഇസ്രായേലിന് നേരെ വരികയാണ്. ഹല്ലേലൂയ. അപ്പം 14 അറബി രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, 100 അറബികളെ നേരിടാൻ ഒരു ഇസ്രായേലിൽ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പം അറബികളെല്ലാം കൂടെ പറഞ്ഞു, ഇന്ന് ഇസ്രായേലിന്റെ പരാജയമാണ്, ഇസ്രായേലിനെ തകർക്കുവാൻ നമുക്ക് കഴിയും. അവിടെ സന്നാഹങ്ങളൊന്നുമില്ല, നമുക്കെതിരെ നിൽക്കുമുള്ള ജനങ്ങൾ അവിടെ ഇല്ല. ഹല്ലേലൂയ. ഇസ്രായേലിലെ മൂട്ടകളെ കൊല്ലുന്നത് പോലെ കൊല്ലുമെന്നവർ വാത് കെട്ടി. ഈ അറബി രാജ്യങ്ങളെ പറഞ്ഞ് ഇസ്രായേലിനെ മൂട്ടകളെ കൊല്ലുന്നത് പോലെ കൊല്ലുമെന്ന്, ഇസ്രായേൽ രാജ്യം ഭൂഗോളത്തിൽ ഇല്ലാത്ത വിധം നശിപ്പിക്കുമെന്ന് പറഞ്ഞവർ വെല്ലുവിളിച്ചു. ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്നത് ഇനി നിങ്ങൾ ഈ ഭൂലോകത്തിൽ കാണത്തില്ല, ഈ ഭൂഗോളത്തിൽ കാണത്തില്ല, നിങ്ങളെയെല്ലാം ഞങ്ങൾ മൂട്ടകളെ കൊല്ലുന്നത് പോലെ കൊല്ലുമെന്ന് വെല്ലുവിളി.
എന്നാൽ ഇസ്രായേൽ ധൈര്യത്തോടെ അവരോട് എതിർത്തു നിന്നു. പണവും സൈന്യവും ബലവൊന്നുമില്ല, നവീന ആയുധങ്ങളുമില്ല. എങ്കിലും ഭയപ്പെടാതെ ദാവീദിന്റെ കൂടി ഉയരത്തിൽ പറപ്പിച്ചുകൊണ്ട് അവർ ധീരതയോടെ യുദ്ധം ചെയ്തു. യുദ്ധത്തിൽ മഹാജയം അല്ലേലിയ ദൈവം ഇസ്രായേലിന് കൊടുത്തു. അല്ലേലിയ ഇസ്രായേലിനെതിരെ കടന്നു വന്ന ശത്രു സൈന്യത്തെ എല്ലാം എന്ത് ചെയ്തു? ദൈവം തുരത്തി ഓടിച്ചു. അല്ലേലിയ ശത്രുക്കളുടെ പല രാജ്യങ്ങളും ഇസ്രായേൽ കൈവശമാക്കി. പ്രൈസ് എന്ന് പറഞ്ഞാൽ നീ ഒരിക്കലും അനാഥനല്ല. ഇസ്രായേൽ ജനത്തെ, പുതിയ നിയമ ഇസ്രായേലിനെ, ദൈവസഭയെ തകർക്കുവാൻ ഈ ലോകത്തിന് ഒരു ശക്തിക്കും കഴിയില്ലെന്ന് ദൈവം വിവിധ നിലകളിലൂടെ ലോകത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, നീ തളരണ്ട കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾക്ക് ധാരാളം ശത്രുക്കൾ ഉണ്ടായേക്കാം. സാത്താന്യ ശക്തി എതിർത്ത് നിൽക്കുവാൻ കഴിവില്ലാതെ വന്നേക്കാം. പേടിക്കേണ്ട. അല്ലെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത് നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഭരിക്കയില്ലെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54:17 നമുക്ക് വായിക്കാൻ കഴിയും. അല്ലേ? അത് നിങ്ങൾക്കെതിരെ വലിയ യുദ്ധങ്ങൾ നേരിട്ടേക്കാം. കുടുംബത്തിനകത്ത് അമ്മായിയമ്മ മരുമോള്, അല്ലെങ്കിൽ കുടുംബത്തിനകത്ത് നാത്തൂമാര് തമ്മില്, കുടുംബത്തിൽ സഹോദരന്മാർ തമ്മിൽ, സഹോദരിമാർ തമ്മിൽ, അല്ലേരിയ അയൽവാസികൾ തമ്മിൽ, ദൈവസഭയ്ക്കകത്ത്, ജോലി സ്ഥലത്ത്, നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിൽ നിങ്ങൾക്കെതിരെ ശത്രു സൈന്യം എഴുന്നേറ്റേക്കാം. അല്ലേരിയ നിങ്ങൾക്ക് അവരോട് എതിർത്ത് നിൽപ്പാൻ കഴിയില്ല എന്ന് തോന്നത്തക്ക നിലയിൽ നിങ്ങളുടെ ഉള്ളിൽ പരാജയ മുഖാന്തരം ഭയം വന്നേക്കാം. അല്ലേരിയ അങ്ങനെ നിങ്ങളെ തകർക്കുവാൻ പിശാച് ശ്രമിക്കുമ്പോൾ, അല്ലേരിയ പ്രവാചകനിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്ന ദൂതാണ്, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ലെന്ന്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കുകയില്ല. സ്തോത്രം. നിനക്ക് വിരോധമായി ആരെല്ലാം എഴുന്നേറ്റാലും ആ ശത്രു സൈന്യത്തെ ദൈവം നിർമൂലമാക്കി കഴിയും. അല്ലേ? കളയും. ജയാളിയായ ദൈവത്തിനെ നീ അനുഗമിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ജയാളിയായ കർത്താവിനെ നീ ഉയർത്തുന്നുവെങ്കിൽ, പ്രൈസലോ, പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, ലോകത്തിലുള്ളവനേക്കാൾ വലിയവനായ ദൈവ സാന്നിധ്യം നിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, ഒരു ശക്തിക്ക് നിന്നെ തൊടുവാൻ കഴിയില്ല. നിന്റെ കുടുംബത്തെ തൊടുവാൻ കഴിയില്ല. പ്രൈസലോ. അപ്പൊ നാം ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഇശ്ബിബെരോനി എന്ന് പറയുന്ന വ്യക്തി ദാവീദിന് നേരെ വലിയ തന്ത്രങ്ങളുമായി എഴുന്നേറ്റപ്പോൾ, ഹല്ലേലൂയ, ദാവീദ് സന്തോഷത്തോടെ പാടി. ഹല്ലേലൂയ. ശത്രു സൈന്യത്തിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദാവീദ് സന്തോഷത്തോടെ പാടി, വിജയാഹ്ലാദത്തോടെ പാടി. ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. ഇന്ന് പകൽ നിങ്ങൾക്ക് അങ്ങനെ എന്നോട് ചേർന്ന് പറയാമോ? പ്രൈസലോ. എന്നെ കേൾക്കുന്ന പ്രൈസലോത്താൽ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങളെ, വിശ്വാസ ജീവിതത്തിൽ വന്നതിന് ശേഷം അനവധി പരാജയങ്ങളെ, അത് മുഖാന്തരം ജീവിതത്തിലേക്ക് വന്ന ഭയത്തെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ പല പരാജയങ്ങളും പല ഭയങ്ങൾ മുഖാന്തരം ജീവിതത്തിൽ തന്നെ ജീവിതത്തിൽ തന്നെ ഭയങ്കര പ്രതിസന്ധി വരുന്നത് പോലെ തോന്നിയ സന്ദർഭങ്ങളുണ്ട്. രക്തജയം അവിടെ പരാജയപ്പെട്ടു പോയില്ല കേട്ടോ. എന്നാന്ന് പറയാമോ? ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകല് പ്രാപിച്ച്, ശുദ്ധീകരണം പ്രാപിച്ച്, കർത്താവിനെ രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച ദൈവത്തിന്റെ ഒരു ശിഷ്യനാണ്, ദൈവത്തിന്റെ ഒരു മകനാണെന്ന് എന്റെ ഉള്ളിൽ ആ ബോധ്യം വന്നപ്പോൾ, എന്ന് പറഞ്ഞ് എനിക്ക് സുബോധത്തിന്റെ ആത്മാവിനെ ദൈവം എന്നിൽ തന്നു കഴിഞ്ഞപ്പോൾ, ഞാനും ദാവീദിനെ പോൽ ഉറച്ചു വിശ്വസിച്ചു. എനിക്ക് നേരെ ഒരു സൈന്യം പാളയമിറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടത്തില്ലെന്ന്, എനിക്ക് യുദ്ധം നേരിട്ടാലും അല്ലെങ്കിൽ ഞാൻ നിർഭയനായിരിക്കുമെന്ന് യഹോവയുടെ ദൂതൻ അവരുടെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ കർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ എന്റെ ദൂതന്മാരെ നിനക്ക് ചുറ്റും ഇറക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് ദൈവം നിങ്ങളോടും ചെയ്യുന്നത് കേട്ടോ. ദൈവം അത് തന്നെയാണ്, ആ ഒരു സംരക്ഷണമാണ് ദൈവം തന്റെ ഭക്തന്മാർക്ക് തരുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങളുടെ കേൾക്കുന്ന സ്നേഹിതരെ, നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ഭാരപ്പെട്ടു പോകരുത്. ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. പ്രൈസ് ലോർഡ്. നിങ്ങളെ തകർക്കുന്ന അന്ധകാരത്തിന്റെ മുമ്പിൽ നിങ്ങൾ ജയിക്കണം. പ്രൈസ് ലോർഡ്. സ്തോത്രം. ഒരു പരാജയം ജീവിതത്തിൽ വന്നതുകൊണ്ട് നിങ്ങൾ എന്നും പരാജയത്തിൽ പോകാനും അല്ല, അതിൽ നിങ്ങളെ കൈപിടിച്ചുയർത്തുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ 27-ാം സങ്കീർത്തനം, ഹല്ലേലൂയ,
ആമേൻ വായിച്ചു വരുമ്പോൾ അതിന്റെ 6-ാമത്തെ വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ കാണുന്നുണ്ട്. ആമേൻ കാണുന്നു, ഇപ്പോൾ എന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എന്റെ തല ഉയരും, ഞാൻ അവന്റെ കൂടാരത്തിൽ ജയഘോഷ യാഗങ്ങളെ അർപ്പിക്കും, ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യുമെന്നൊക്കെ. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ ദാവീദ് പറയുന്നതിന്റെ കാരണം അതാണ്. ഹല്ലേലൂയ. 27-ന്റെ 8-ാമത്തെ വാക്യം, പ്രശ്നങ്ങളിലും ഹല്ലേലൂയ ആവശ്യങ്ങളിലും ദൈവമുഖം അന്വേഷിക്കണം എന്ന് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അപ്പം പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ ദൈവമുഖം അന്വേഷിക്കണമെന്നാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം എന്നിട്ട് കർത്താവ് പറയുകയാണല്ലേ, ഭക്തന്റെ ഹൃദയം ദൈവത്തിന്റെ ഏകാഗ്രമായിരിക്കുന്നു. ഹല്ലേലൂയ. അവന്റെ അന്വേഷണം വിജയകരമായിരിക്കും. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ ഹൃദയം ദൈവത്തിന്റെ ഏകാഗ്രമായിരുന്നാൽ നിങ്ങൾ അന്വേഷിക്കുന്ന വിഷയത്തിന്മേൽ, നിങ്ങൾ നേരിടുന്ന വിഷയത്തിന്മേൽ നിങ്ങൾ വിജയശ്രീലാളിതനായിട്ട് നിങ്ങൾ മാറും. രക്തജയം. എന്നെ കേൾക്കുന്ന സ്നേഹിത, തകർന്നു പോകരുത് കേട്ടോ, തകർന്നു പോകരുത്, മടുത്തു പോകരുത്. ഇപ്പോഴത്തെ നമുക്കറിയാം, ദുരന്തങ്ങളാണ്, പ്രശ്നങ്ങളാണ്. ഏതെല്ലാം സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകും നമുക്കറിയത്തില്ല. എന്തെല്ലാം പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുമെന്ന് നമുക്കറിയത്തില്ല. ഇനി അല്പസമയം കഴിഞ്ഞ് എന്താണ് സംഭവിക്കാൻ ഇരിക്കുമെന്ന് അറിയത്തില്ല. നാളെ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയില്ല. അടുത്ത മണിക്കൂറുകൾ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, ഒരു സൈന്യം എനിക്ക് നേരെ പാളയമിറങ്ങിയാലും അല്ലെങ്കിൽ എന്റെ ഹൃദയം ഭയപ്പെടുകയിൽ എനിക്ക് യുദ്ധം നേരിട്ടാൽ ഞാൻ നിർഭയനായിരിക്കും എന്നുള്ള ദാവീദ് പറഞ്ഞ വചനത്തിനകത്ത് ഇന്ന് പകൽ നീ ഉറയ്ക്കാൻ കഴിയുമോ? അതുപോലെ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ജീവിതത്തിന്റെ ശോധനയിൽ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ കഷ്ടപ്പാടുകളും വേദനകളും ദുഃഖങ്ങളും ഒക്കെ നിനക്കുണ്ടെങ്കിൽ, ആരും ഒരു സഹായമില്ല, എല്ലാം കൊണ്ടും നഷ്ടപ്പെട്ട് നീ ഏകനായിരിക്കുകയാണെങ്കിൽ, പരാജയ മുഖാന്തരം ഭയം നിന്നെ അലട്ടുന്നുണ്ടെങ്കിൽ, ഇന്ന് പകരം യേശുവിന്റെ കരങ്ങളിലേക്ക് നീ ഏൽപ്പിച്ചു കൊടുക്ക്. യേശുവിനെ നിനക്ക് രക്ഷകനായി സ്വീകരിക്കാൻ കഴിയുന്നെങ്കിൽ, യേശുവിനെ നിന്റെ ഹൃദയം ഒന്ന് കൊടുക്കാൻ കഴിയുന്നെങ്കിൽ, നിന്റെ സകല പ്രതിസന്ധികളും ദൈവത്തിന്റെ കൈപിടിച്ചുയർത്തി ദൈവം നിന്നെ ഉന്നതമായ നിലയിലേക്ക് ദൈവം കൊണ്ടുവരും. അതുകൊണ്ട് യേശുവിനെ കൂടാതെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയാൽ അത് നിങ്ങൾക്ക് പരാജയമായിരിക്കും. യേശുവിനെ കൂട്ടി നിങ്ങൾ ജീവിതത്തിലേക്ക് പോയാൽ അത് നിങ്ങൾക്ക് വിജയമായിരിക്കും. അതുകൊണ്ട് ഇന്ന് പകൽ ആരെങ്കിലും യേശു ക്രിസ്തുവിന്റെ ഹൃദയം കൊടുക്കാതെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, വിവിധ പ്രശ്നങ്ങൾ ഭാരപ്പെടുന്നെങ്കിൽ, കുടുംബം തകർന്നിട്ടുണ്ടെങ്കിൽ, കുടുംബ ജീവിതം തകർന്നിട്ടുണ്ടെങ്കിൽ, അതിന്റെ തനിവ് ദൈവം നിങ്ങളെ വിടിവിക്കുക ശക്തനാണ്. യേശുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം ഒന്ന് കൊടുത്ത് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. ആമേൻ. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവ് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തെ അനുഗ്രഹിക്കണമേ. പരാജയ ഭീതികളും പരാജയ ബോധങ്ങളും കർത്താവ് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള കുറ്റബോധം, നിരാശയും ജനത്തെ വീണ്ടും ഭയത്തിലേക്ക് കൊണ്ടുപോകാതെ വിജയകരമായ ജീവിതം നയിപ്പാൻ ദാവീദ് പറഞ്ഞതുപോലെ, ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല, എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല, എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കുന്ന ഭക്തൻ പറഞ്ഞുപോലെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കേരളത്തിലെ 14 ജില്ലകളെ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ കാലവർഷം ദുരന്തങ്ങൾ വിതച്ചുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ ഉറ്റവരുടെ ബന്ധുക്കളും സന്തത സഹചാരികളും മക്കളും ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ അപ്പൻ അമ്മമാർ എല്ലാം നഷ്ടപ്പെട്ട് കണ്ണുനീരിന്റെ നടിയിൽ ഒരു ആയുസ് മുഴുവൻ നോക്കിയിരുന്ന് കാത്തിരുന്ന് സമ്പാദിച്ച വീടുകളെല്ലാം ഒലിച്ചു പോയപ്പോൾ, അവിടെ നന്മകളും അവിടെ അനുഗ്രഹങ്ങളും അവിടെ ആടുപാട് കന്നുകാലികൾ കൃഷികളെല്ലാം അവിടെ സമ്പാദ്യങ്ങൾ മുഴുവൻ ഒലിച്ചു പോയ ഈ സാഹചര്യത്തിൽ കർത്താവ് ഭയപ്പെട്ടു പോകാതെ ദൈവത്തിൽ ആശ്രയിപ്പാൻ കേരളത്തിലെ ജനത്തെ, പ്രത്യേകിച്ച് വയനാട് മേപ്പാടി പ്രദേശത്തുള്ള മുണ്ടയ്ക്കലിലുള്ള കർത്താവ്, ചൂരന്മല്ലി കർത്താവ്, എട്ടവല്ലിലൊക്കെയുള്ള ജനത്തെ, നിലമ്പൂരിലും കർത്താവ്, മനക്കാട് ദുരന്ത മേഖലയിലുള്ള എല്ലാ ജനത്തെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരോടൊപ്പം ദൈവ സാന്നിധ്യം കൂടിയിരിക്കണമേ. കർത്താവിനെ ആശ്വസിപ്പിക്കണമേ. ഈ കർത്താവ് അല്ലെങ്കിൽ ദുരന്ത മേഖലയിലായിരിക്കുന്ന എല്ലാവരെയും സൂക്ഷിക്കണമേ. അവിടെ ദുരന്ത മേഖലയിലൂടെ ആയിരിക്കുന്ന ദുരിതാശ്വാസ പ്രവർത്തകരുണ്ട്, എല്ലാ മേഖലയിലും സന്നദ്ധ സംഘടനകളുണ്ട്. കർത്താവ് അവർക്ക് ഭക്ഷണവും വസ്ത്രമായി ചെല്ലുന്നവരുണ്ട്. അവരെല്ലാം ദൈവം സൂക്ഷിക്കണമേ. അവർ കടന്നു പോകുന്ന വാഹനങ്ങൾ യാത്രയെല്ലാം ദൈവം കരുതണം. ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് 29 സംസ്ഥാനങ്ങളിൽ കേന്ദ്രപ്രദേശങ്ങളെ 140 കോടിയിലധികം വരെ ജനത്തിനായി, ലോകരാജ്യങ്ങൾ 7 ഭൂഖണ്ഡങ്ങളെ 800 കോടിയിലധികം വരെ ജനത്തിനായി പ്രാർത്ഥനകൾ. ശൈശവത്തിലും ബാല്യത്തിലും കൗമാരിക യൗവനത്തിലും വാർദ്ധക്യത്തിലും നിരാലം വൃത്തരാശന യാചർ ഓർഫനേജ് ഓൾട്ടേജ് തണ്ടവറയിലായിരിക്കുന്നവർ അവർ ഓർത്തിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്. വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാളം, മേധാവി, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസി, ഹൈവൻ മേഖലയിലായിരിക്കുന്നവരെ, കർത്താവിന്റെ ജനത്തെ
അധികാരികളെ ഹല്ലേലൂയ കരസേന വ്യോമസേന നാവികസേനയിലായിരിക്കുന്നവർ ആർമിയുടെ അതിർത്തികൾ കാക്കുന്ന BSF CRP ഹല്ലേലൂയ കർത്താവ് നിയമനിർമ്മാണ രംഗത്ത് ആമി ക്രമസമാധാന മാലികർ ഹല്ലേലൂയ സ്തോത്രം ആമിയുടെ കർത്താവ് രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ പോലീസിന്റെ വിവിധ സെക്ഷനുകളെ കർത്താവ് എക്സൈസ് ഫോഴ്സ് വിഭാഗങ്ങൾ ഹല്ലേലൂയ കർത്താവിന്റെ സ്തോത്രം CBI ഇന്റർപോൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ മേഖലയിലായിരിക്കുന്നു ജുഡീഷ്യറിയുടെ വിവിധ വകുപ്പുകൾ സുപ്രീം കോടതി ക്ലാസ് കോടതി വരെ എന്റെ ജഡ്ജിമാരെ അഭിഭാഷകന്മാരെ മറ്റുള്ളവരെ ഞങ്ങൾ ദൈവരങ്ങളെ ഏൽപ്പിക്കുകയാണ്. കയ്യിൽ കടലും ആകാശമാർഗം വാഹനം ഓടിക്കുക യാത്ര ചെയ്യുന്ന വാഹന നിർമ്മാതാക്കൾ സെയിൽസ് ചെയ്യുന്നവർ കർത്താവ് സ്തോത്രം സമാമി തീരദേശവാസികൾ ആമി കടലൂര വാസികൾ സമുദ്രത്തിൽ മത്സ്യത്തിനെ കടന്നുപോയിരിക്കുന്നവർ ആമി കർത്താവ് സഹകരണ മേലും പുതുമയിൽ ആരോഗ്യമേല വിദ്യാഭ്യാസ സാമ്പത്തിക മേഖല ബാങ്കിങ് മേഖലയിൽ സൈനിക എഞ്ചിനീയർമാർ കർഷക രംഗത്ത് മെക്കാനിക് മോട്ടോർ രംഗത്ത് യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ കർത്താവ് ഈ വലിയ ചെറുതുമായ എന്റെ വ്യാപാരി വ്യവസായികളെയും വഴിയുടെ കച്ചവടക്കാരെ കനികളിലും ഒക്കെ ജോലി ചെയ്യുന്നവർ ആമി ഞങ്ങൾ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. മത സാമൂഹിക സാംസ്കാരിക സംഘടന രംഗത്ത് ചരിത്ര മാധ്യമ മീഡിയ രംഗം നിൽക്കുന്നവരെ ഹല്ലേലൂയ കർത്താവ് പാർട്ടികളെ ദിവസം എല്ലാ ജനത്തെയും ഓർത്ത് പ്രാർത്ഥി ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ കുടിലോട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന വലിയ ചെറിയുടെ എല്ലാ ദൈവം സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. നിരാശരായ ദുഃഖിതരായി പോകട്ടെ. ആകെ വിദേശ രാജ്യങ്ങൾ ജോലിക്കായി കടന്നു പോയിരിക്കുന്നവർ, ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, വിസ നഷ്ടപ്പെട്ടവരുണ്ട്, വിസ പുതുക്കി കിട്ടാൻ മകാൻ കഴിയാതെ ഭാരപ്പെടുന്നവരുണ്ട്, വിദേശ രാജ്യത്ത് പോയി മദ്യത്തിന് മയക്കും അടിമപ്പെട്ടവരുണ്ട്, വിദേശരാജ്യ ജോലിക്കായി കടന്നുപോയി പീഡനയുടെ സൗകര്യമാരുണ്ട്. കർത്താവി അല്ലെങ്കിൽ സാലറി അയച്ചു കൊടുക്കുക സാലറി കിട്ടാതെ ഭാരപ്പെടുന്നവർ ആമെ ജീവിതത്തിൽ പല ആമെ പരാജയപ്പെട്ടവരെ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിയുടെ കേരളത്തിൽ ഉന്നതമായ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന തലമുറകളുണ്ട്. അവരെല്ലാം ദൈവം ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ വളരെ നിരാശയിലും ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന എല്ലാവരുടെയും ദൈവത്തിന്റെ കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ആരും നിരാശ ദുഃഖമായി തീരട്ടെ. മദ്യത്തിലും മയക്കൊരു പരസ്പരം പദാർത്ഥം വേണ്ടിപ്പെട്ട് വിടിവിക്കണമേ. സാത്താന്റെ തന്ത്രങ്ങൾ സാത്താന്റെ ആരാധന കുടുങ്ങിക്കിടക്കുന്ന ജീവിതങ്ങളിലെ വിടിവിക്കപ്പെടുവാനും പ്രാർത്ഥിക്കുകയാണ്. സകല ക്ലേശതയിൽ വെറുക്കുത്തും ജനം വിടിവിക്കപ്പെടണം. സകല അസന്മാർഗ്യமான ജീവിതത്തിൽ ജനം വിടിവിക്കപ്പെട്ട് കർത്താവായ യേശുവിലേക്ക് മടങ്ങി വന്ന് ആമി വിജയകരമായ ജീവിതം നയിപ്പാൻ ഈ ജനത്തെ ഒരുക്കണമേ പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം എടുക്കണം യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ.